ഹായ് എവ്രിവൺ, ഡ്രോപ്പ് ഷിപ്പിംഗ് കോഴ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. കൂടാതെ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാനായിട്ടുള്ള ടൂൾസ് ആൻഡ് റിസോഴ്സസ് കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിൽ നിന്ന് നല്ലൊരു റവന്യൂ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതാണ് കാണാനായിട്ട് സാധിക്കുക. ആദ്യം തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഇതിൽ മെയിനായിട്ട് 7 കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2017 സമയങ്ങളിലൊക്കെ ഫിഡ്ജറ്റ് സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് സ്ട്രെസ് റിലീഫിനായിട്ട് അഡൽട്ട്സും അതുപോലെ തന്നെ കിഡ്സിനാണെന്നുണ്ടെങ്കിൽ അതൊരു കളിയായിട്ടും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു ഡിമാൻഡ് ഉണ്ടാക്കിയിരുന്നു ആ ഒരു സമയങ്ങളിൽ. അപ്പോൾ ഡിമാൻഡ് ഉള്ളത് എന്താണോ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് ഡിമാൻഡ് ഉള്ള പ്രൊഡക്ട്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിന് പുറമേ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ് നോക്കാം. പിന്നെ അതുപോലെ വൈറലായിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ, അത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈറൽ കണ്ടൻറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡിമാൻഡ് ഉണ്ടോ, ആളുകളുടെ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ്, അതിനകത്തുള്ള റെസ്പോൺസ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്. അപ്പോൾ നമുക്കറിയാം യോഗ മാറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മാർക്കറ്റും ഈ ഒരു പ്രൊഡക്റ്റിൽ നല്ല സാച്ചുറേറ്റഡ് ആണ്. അതായത് അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്, നല്ലപോലെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള യോഗ മാറ്റ്സ് അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ചോയ്സാണ്. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ലോവർ ആയിട്ടുള്ള കോമ്പറ്റീഷനുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഹൈ പ്രോഫിറ്റ് മാർജിൻസ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഫോൺ കേസസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ കസ്റ്റമായിട്ട് മേ ബി പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ കസ്റ്റമായിട്ട് ഫോൺ കേസസ് ചെയ്യുന്നതിന് നമുക്ക് വളരെ ലോ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു പ്രീമിയം പ്രൈസിൽ സെല് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും അവരുടേതായിട്ടുള്ള രീതിയിൽ പേഴ്സണലൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ പ്രോഫിറ്റ് മാർജിൻസ് നമുക്ക് ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണെന്നുള്ളത് നോക്കുക. ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ളത് നോക്കുക. അതായത് ഷിപ്പിംഗ് ചാർജ് അടക്കം. അതിനുശേഷം നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസുമായിട്ട് അത് കമ്പയർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഫൈനലി എത്തിക്കാനായിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കാനായിട്ട് എത്ര ചാർജ് വരുന്നു എന്നുള്ളതും നിങ്ങളത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളതും ഒന്ന് കമ്പയർ ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഒരു പ്രോഫിറ്റ് മാർജിൻ അറ്റ്ലീസ്റ്റ് ഒരു 30% എങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈസി ടു ഷിപ്പ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡ്രോപ്പ് ഷിപ്പിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ജ്വല്ലറി ഐറ്റംസ്, ഫോൺ ആക്സസറീസ്, ചെറിയ ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ടു ഷിപ്പാണ്. അതുപോലെ തന്നെ ലോവർ ആയിട്ടുള്ള ഷിപ്പിംഗ് കോസ്റ്റേ വരുള്ളൂ. ഒരു 500 grams ബിലോ ഒക്കെയാണ് നിങ്ങളുടെ പാക്കേജിൻ്റെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ ലോവർ ആയിട്ടുള്ള ഷിപ്പിംഗ് കോസ്റ്റേ വരുള്ളൂ. അതിന് മുകളിലാവുമ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് കൂടുകയും ചെയ്യും. അത് ഹാൻഡിൽ ചെയ്യാനും ഷിപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, സപ്ലിമെൻറ്റ്സ്, ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്, സ്കിൻ കെയർ ഐറ്റംസ് എപ്പോഴും ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം ഓൾവേസ് ഡിമാൻഡിലുള്ള സാധനങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീസണൽ ഐറ്റംസ്, ഇപ്പോൾ മേ ബി ഒരു നമ്മൾ പൊതുവേ എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെ മഴക്കാലത്ത് മാത്രമാണ് കുടയ്ക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളതല്ലോ. അപ്പോൾ അങ്ങനെ സീസണൽ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നതിനേക്കാളും എവർഗ്രീൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാവുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വർഷം എല്ലാ സമയത്തും സെയിൽസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സീസണൽ ഐറ്റംസ് ആകുമ്പോൾ അതിന് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ അത് സീരിയസ്ലി നിങ്ങളെ ഡയറക്റ്റ്ലി തന്നെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാവുന്ന മറ്റൊരു ക്രൈറ്റീരിയ ആണ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആൻറ്റി തെഫ്റ്റ് ആയിട്ടുള്ള
ബാക്ക് പാക്സ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരാവശ്യമായിട്ടായിരിക്കും, അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഡെയിലി എങ്ങോട്ടെങ്കിലും പോയി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബാഗിലുള്ള സാധനങ്ങൾ സേഫായിട്ട് ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൻറ്റി തെഫ്റ്റ് ആയിട്ടുള്ള ബാക്ക് പാക്സിന് നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. കാരണം ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആളുകളുടെ ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും. കണ്ടില്ലേ, ഈ ബാഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഫ്രണ്ടിൽ പോക്കറ്റ്സ് ഒന്നുമില്ല, സിപ്പേഴ്സ് എല്ലാം ഹിഡൻ ആണ്. നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള സിപ്പുകൾ കാര്യങ്ങളോ ഒന്നുമില്ല, പോക്കറ്റ്സ് ഉള്ളതെല്ലാം ഹിഡൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇനി ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മസ്റ്റൊന്നുമല്ല, പക്ഷെ ഒരു നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ ഇൻസ്റ്റഗ്രാം ത്രൂ ഒക്കെ വൈറലാവുന്ന രീതിയിലുള്ള ട്രെൻഡി ആയിട്ടുള്ള ഫാഷൻ ആക്സസറീസോ അല്ലെങ്കിൽ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഹോം ഡെക്കോർ ഐറ്റംസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു സമയത്ത്, അപ്പോൾ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള കാണാൻ നല്ല രസമുള്ള പ്രൊഡക്ട്സ് ആകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കൂടുതൽ ഷെയർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രീ ആയിട്ട് ഓർഗാനിക് മാർക്കറ്റിംഗ് കൂടെ കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന കുറച്ച് ടൂൾസും റിസോഴ്സസും ഒക്കെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഗൂഗിൾ ട്രെൻഡ്സ് ആണ്. അപ്പോൾ ഗൂഗിൾ ട്രെൻഡ്സിൻ്റെ പേജിൽ വന്നതിന് ശേഷം നമുക്ക് ഏത് കീവേഡാണോ ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കീവേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ കീവേഡിന് എത്ര സെർച്ച് വോളിയം ഉണ്ട്, എത്ര പേര് അത് സെർച്ച് ചെയ്തിരുന്നു കഴിഞ്ഞ 30 ദിവസത്തിൽ അല്ലെങ്കിൽ 90 ദിവസത്തിൽ, ഒരു വർഷത്തിൽ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ പോർട്ടബിൾ ബ്ലെൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട്, ഈ ഒരു സെർച്ച് ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു അപ്വേർഡ് ട്രെൻഡ് അല്ല ഉള്ളത്, ഒരു സീസണൽ സ്പൈക്കൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. കാരണം നമുക്ക് കാണാം വലിയൊരു സ്പൈക്ക് വന്നതിന് ശേഷം പിന്നെ ആ ഒരു ട്രെൻഡ് വീണ്ടും താഴേക്ക് പോയി, പിന്നെ വീണ്ടും അതിങ്ങനെ ആ സ്പൈക്കിനേക്കാളും താഴെയുള്ള രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് മുമ്പത്തേനേക്കാളും അപ്വേർഡ് ആയിട്ടുള്ള, അതായത് മുമ്പോട്ട് വലിയൊരു രീതിയിലൊരു കുത്തനെ പോകുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ സെർച്ച് റിസൾട്ട്സിൽ വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 അതിൽ കൂടുതലോ പ്രൊഡക്ട്സ് ഇങ്ങനെ മൈൻഡിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമ്പയർ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ് അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഡാറ്റയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രൊഡക്റ്റാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു പോപ്പുലാരിറ്റി ഉള്ളത്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് അലി എക്സ്പ്രസ് ആണ്. ഇതെങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസർച്ചിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അലി എക്സ്പ്രസിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റംസ് താഴെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇനി അതല്ലാതെ മറ്റൊരു ഓപ്ഷനാണ് ഗൂഗിളിൽ നിങ്ങൾ അലി എക്സ്പ്രസ് ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഓരോ കാറ്റഗറിയിലും ടോപ്പ് റാങ്കിങ് ഉള്ള പ്രൊഡക്ട്സ് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ടോപ്പ് ട്രെൻഡിങ്ങിലുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ നിലവിൽ ഹൈ ഡിമാൻഡിലുള്ള ഐറ്റംസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആമസോണിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് പേജ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണ് സെല് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ആമസോൺ ഇന്ത്യയുടെ ബെസ്റ്റ് സെല്ലിംഗ് പേജ് നോക്കുക. അപ്പോൾ അതിനകത്ത് പല ഡിഫറെൻറ്റ് കാറ്റഗറീസിലും ഏറ്റവും ബെസ്റ്റായിട്ട് സെല്ല് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ഡിമാൻഡ് എത്രത്തോണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് എത്രത്തോണ്ട് കോമ്പറ്റീഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഒബ്വിയസ്ലി നിങ്ങൾ ബഡ്ജറ്റും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് പാനലിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിന് പോലും നിങ്ങൾക്ക് സബ് കാറ്റഗറീസ് അവൈലബിൾ ആണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈബേയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഓരോ ലിസ്റ്റിങ്ങിൻ്റെയും താഴെയായിട്ട്
നമുക്ക് വാച്ച് കൗണ്ട് കാണാനായിട്ട് സാധിക്കും, എത്ര പേരത് കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇതിനർത്ഥം അവരത് സെർച്ച് ചെയ്തുകൊണ്ടാണല്ലോ അവരത് കാണുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഒരു ഐഡിയ തരും, അതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ട്രെൻഡിങ്ങിലുള്ള ഐറ്റം ആണോ, ആളുകൾ അതിനെ സെർച്ച് ചെയ്യുന്നുണ്ടോ, അതിന് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ചില സെല്ലേഴ്സൊക്കെ ഈ ഒരു വാച്ച് കൗണ്ട് ഡിസ്പ്ലേ ചെയ്യപ്പെടേണ്ട എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ തരും, ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ ട്രെൻഡിങ് ആണോ എന്നുള്ളത് അറിയാനായിട്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, പിൻട്രസ്റ്റ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഹാഷ്ടാഗ്സ് ഒക്കെ നോക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രെൻഡിങ് ഐറ്റംസിന് എത്രത്തോണ്ട് പോപ്പുലാരിറ്റി ഉണ്ട്, ആളുകൾ അതുകൊണ്ട് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവരുടെ എൻഗേജ്മെൻറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോണ്ട് ഡിമാൻഡ് ഉണ്ട്, അതിന് എത്രത്തോണ്ട് ആളുകൾ ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും പിന്നെ വൈറലായിട്ടുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് തരും, എന്താണ് പോപ്പുലർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഫേഷ്യൽ റോളേഴ്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ലപോലെ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് അതിനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് ഇന്ത്യയിലാണെങ്കിൽ പോലും സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്കിൻ കെയർ റുട്ടീനൊക്കെ വന്ന സമയത്ത് ഇന്ത്യയിലുടനീളം ഒരുപാട് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിന് ഹയർ ഡിമാൻഡ് വന്നു, ഒരു പോപ്പുലാരിറ്റി കിട്ടി. ഇനി അടുത്തതായിട്ട് പ്രൊഡക്റ്റ് റിസർച്ച് ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒബെർലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് സപ്ലയേഴ്സിനൊക്കെ മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി സെയിൽഹൂ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വെരിഫൈഡ് ആയിട്ടുള്ള സപ്ലയേഴ്സും മാർക്കറ്റ് റിസർച്ച് ടൂൾസൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ജംഗിൾ സ്കൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആമസോണിൽ നിന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡെപ്ത് ആയിട്ടുള്ള അനലിറ്റിക്സും ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഡാറ്റ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. ഇനി ഇത്തരത്തിലുള്ള വിന്നിങ് പ്രോഡക്ട്സ് ഫൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാനൊന്ന് കുറച്ച് എക്സാമ്പിൾസിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് LED സ്ട്രിപ്പ് ലൈറ്റ്സിൻ്റെ കാര്യമാണ്. LED സ്ട്രിപ്പ് ലൈറ്റ് എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ LED സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഇപ്പം ഹോം ഡെക്കോർ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എക്സ്ട്രീംലി പോപ്പുലറാണ്, എസ്പെഷ്യലി യങ് ആയിട്ടുള്ളവരൊക്കെ അവരുടെ റെൻറ്റഡ് സ്പേസോ അല്ലെങ്കിൽ അവരുടെ ഒരു റൂമൊക്കെ വലിയ മെനക്കേടില്ലാതെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഈ ലൈറ്റ്സ് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗത്തിനായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, ഇങ്ങനെ ഒരു ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ആളുകൾ ഇന്ത്യൻ്റെ ആവശ്യങ്ങൾക്കത് യൂസ് ചെയ്യുന്നു, അവർക്കതിന് താല്പര്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ റിസർച്ച് പ്രോസസ്സ്, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ഡാറ്റ ബേസ്ഡ് ആയിട്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ഒരു റിസർച്ച് പ്രോസസ്സിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഗൂഗിൾ ട്രെൻഡ്സ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾക്ക് ആലി എക്സ്പ്രസ്സിൽ നിന്നോ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലൈസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് പാക്കിൻ്റെ കാര്യം എടുക്കാം. നമുക്കറിയാം ഇത് ഹിഡൻ സിപ്പേഴ്സ് ഉണ്ട്, ഹിഡൻ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തെഫ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ട്രാവലേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് പ്രോസസ്സിനായിട്ട് ആമസോൺ ബെസ്റ്റ് സെല്ലേഴ്സ് യൂസ് ചെയ്യാം. ട്രാവൽ ബ്ലോഗ്സിനൊക്കെ നോക്കാം. ട്രാവൽ ബ്ലോഗ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യുമല്ലോ, എന്താണ് അവരുടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ കോമൺ ആയിട്ടുള്ള പെയിൻ പോയിൻറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാം, എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം, എത്ര പേരാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതും, നിങ്ങൾക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ള സ്കോപ്പ് എന്നുള്ളതും നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഡാറ്റ ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാനായിട്ട്.